അപ്പോൾ കനുപ്രിയ മഞ്ജരി പരിണയിലെ ആമ്ര ബോർക്ക ഗീത് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ പറഞ്ഞു. അല്ലെ, ബാക്കി ഭാഗത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ കണ്ടത് കണ്ണനോട് അങ്ങേയറ്റം പ്രണയത്തിൽ മുങ്ങി നിൽക്കുന്ന രാധയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കണ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ രാധയ്ക്ക് മടിയാണ്. ആ മടിയുടെ കാരണം പ്രണയത്തിൻ്റെ പാരമ്യം കാരണം അവൾക്കുണ്ടാകുന്ന ലജ്ജയാണ്. ആ ലജ്ജയിൽ നിന്നുണ്ടാകുന്ന പരിഭ്രമം അവളെ തടയുന്നു. അതായത് കണ്ണനെ കാണാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിട്ട് പോലും ആ പ്രണയം അല്ലെങ്കിൽ ആ പ്രണയത്തിൽ നിന്നുണ്ടാകുന്ന അവളുടെ ലജ്ജ അവളെ തടയുകയാണ്. ആ ലജ്ജയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഭാവങ്ങളാണ് ഈ പറയുന്ന പരിഭ്രമമൊക്കെ. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് അവളെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ണൻ രാധയെ കാണാതെ അങ്ങേയറ്റം വിവശനായി വേണു ഊതിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്നത്തെയും പോലെയല്ല, രാധ വരാഞ്ഞിട്ട് കണ്ണനെ കൊണ്ടാവും പോലെ അത്രയും ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എത്ര തീവ്രമായി രാധയെ കണ്ണൻ വിളിക്കുന്നോ അതിനേക്കാൾ തീവ്രമായി കണ്ണൻ്റെ അടുത്തേക്ക് ഓടി വരാനുള്ള ആഗ്രഹം വാസ്തവത്തിൽ രാധയുടെ മനസ്സിലുണ്ട്. പക്ഷേ അവളുടെ ഉള്ളിലുണ്ടാകുന്ന പ്രണയത്തിൽ നിന്നുണ്ടാകുന്ന ലജ്ജയിൽ നിന്നുണ്ടാകുന്ന പരിഭ്രമം അതൊക്കെ അവളെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതാണ് സന്ദർഭം. അങ്ങനെ രാധ പറയുന്നു, ഭയം, സംശയം, ഗോപൻ, ഉദാസി തുടങ്ങിയ ഭാവങ്ങളെല്ലാം കൂടി എൻ്റെ ചില വികൃതികളായ കൂട്ടുകാരികളെ പോലെ എന്നെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ വൈകുന്നേരമായി, സന്ധ്യാസമയമായി. സൂര്യൻ്റെ അവസാനത്തെ രശ്മിയും കണ്ണൻ്റെ മയിൽപ്പീലിയെ തൊട്ട് കടന്നു പോവുകയാണ്. അതായത് സന്ധ്യാനേരമാകുന്നു. ലെക്കിൻ മേ നഹി ആയി, എന്നിട്ടും ഞാൻ വന്നില്ല നിൻ്റെ അടുത്ത്. മേ നഹി ആയി, ഞാൻ വന്നില്ല കണ്ണാ. അതിൻ്റെ കാരണം മേരെ മനുമേം ഉത്പന്ന ലജ്ജാക്കി ഭാവന ഹെ. നിന്റെ മുന്നിൽ ഓടി എത്താത്തത് എന്നെ ഉള്ളിലെ ലജ്ജ കൊണ്ടാണ്, അല്ലാതെ നീ വിളിക്കുന്നത് കേൾക്കാഞ്ഞിട്ടല്ല, നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടുമല്ല. അടുത്ത വരികളിലേക്ക് പോകാം. गायें कुछ क्षण तुम्हें अपनी भोली आंखों से मुंह उठाए देखती रही और फिर धीरे धीरे नंद गांव की पगडंडी पर बिना तुम्हारे अपने आप मुड़ गई. मैं नहीं आई. यमुना के घाट पर मछुओं ने अपनी नावें बांध दी और कंधों पर पतवारें रख चले गए. मैं नहीं आई. तुमने वंशी होठों से हटा ली थी और उदास मौन तुम आम्र वृक्ष की जड़ों से टिककर बैठ गए थे और बैठे रहे बैठे रहे बैठे रहे. मैं नहीं आई, नहीं माई, नहीं माई. तुम अंध में उठे, एक झुकी डाल पर घिला एक बोर तुमने तोड़ा और धीरे धीरे चल दिए. अनमने तुम्हारे पाँव पगडंडी पर चल रहे थे, पर जानते हो तुम्हारे अनजान में ही तुम्हारी उंगलियां क्या कर रही थी? वे उस आम्र मंजरी को चूर चूर कर श्यामल वन घासों में बिछी उस मांग सी उजली पगडंडी पर बिखेर रही थी. यह तुमने क्या किया प्रिय? क्या अपने अनजाने में ही उस आम के बौर से मेरी क्वारी उजली पवित्र मांग पर मांग भर रहे थे सावरे? पर मुझे देखो कि मैं उस समय भी तो माथा नीचा कर इस अलौकिक सुहाग से प्रदीप्त होकर माथे पर पल्ला डालकर झुककर तुम्हारी चरण धूलि लेकर तुम्हें प्रणाम करने नहीं माई, नहीं माई, नहीं माई. അത്രയും ഭാഗം എന്ന് നോക്കാം. അപ്പോൾ കണ്ണൻ ഉച്ചത്തിൽ വിളിക്കുകയാണ് രാധയെ ഓടക്കുഴൽ ഉപയോഗിച്ച്. അപ്പോൾ കണ്ണൻ്റെ വേണുഗാനം കേട്ടിട്ടൊന്നും രാധ ഓടി ചെല്ലുന്നില്ല. അത്രത്തോളം ലജ്ജയിൽ മുങ്ങി നിൽക്കുകയാണ് അവൾ. ആ സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പറയുന്നത്. സന്ധ്യ കഴിഞ്ഞു. ഗായേം കുച്ച് ക്ഷണ് തുമേം അപ്നി ഭോലി ആംഖോ സെ മുഹ് ഉഠായെ ദേഖ്തി രഹീം. അപ്പോൾ കണ്ണൻ്റെ ഒപ്പം ആരുണ്ടാവും? കുറേ പൈക്കളുണ്ടാവും. അപ്പോൾ അവരെ മേയ്ക്കാനായിട്ടാണ് കണ്ണൻ ആ വനപ്രദേശത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ കണ്ണന് ചുറ്റും ആരുണ്ട്? പൈക്കളുണ്ട്. ഗായേ ഹെ, പശുക്കളുണ്ട്. വേ കുച്ച് ക്ഷണ് തുമേം അപ്നി ഭോലി ആംഖോ സെ മുഹ് ഉഠായെ ദേഖ്തി രഹീം. ഈ കണ്ണനിത് എന്തു പറ്റി? ഇതൊന്നും പതിവുള്ളതല്ലല്ലോ എന്ന ഭാവത്തിൽ. വേണുനാദം അല്ലെങ്കിൽ കണ്ണൻ്റെ വേണുഗാനം പതിവുള്ളതാണ്, വേണൂതുന്നത് പതിവുള്ളതാണ്, അത് ആ മൃഗങ്ങളും ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഇന്നിതെന്ത് പറ്റി കണ്ണന്? എന്നത്തെയും പോലെയല്ലോ, തിരികെ പോകാനൊരു ഉദ്ദേശമൊന്നും ഇല്ലേ എന്നുള്ള ഭാവത്തിൽ, അല്ലെങ്കിൽ ഇത്രയും തീവ്രമായി നിന്നിങ്ങനെ ഓടക്കുഴൽ വായിക്കുന്നത് എന്തേ എന്നുള്ള ഭാവത്തിൽ ഒന്നും മനസ്സിലാകാതെ ഈ പൈക്കള് എന്ത് ചെയ്യാണ്? കുച്ചുക്ഷാണ്, കുറച്ചു നേരം
തുമേം അപ്നി ഭോലി ആഘോ സെ, പൈക്കളുടെ ആ കണ്ണുകൾ കൊണ്ട്, അതായത് ഉൻകി ആഖ്യം ഭോലി ഹെ, വളരെ നിഷ്കളങ്കമായ ആ മിണ്ടാപ്രാണികൾ വളരെ നിഷ്കളങ്കമായ കണ്ണുകൾ കൊണ്ട്, ഭോലി ആഘോ സെ, അവരുടെ നിഷ്കളങ്കമായ കണ്ണുകൾ കൊണ്ട്, മുഹ് ഉഠായെ, മുഖമുയർത്തി, തുഛേ ദേഖ്തി രഹി, നിന്നെ നോക്കി നിന്നു. ഈ കണ്ണൻ ഇത് എന്ത് പറ്റി എന്ന് പൈക്കൾ അത്ഭുതപ്പെടുകയാണ്. തിരികെ പോകുന്നില്ലേ, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ പതിവില്ലാത്ത വിധത്തിൽ ഇത്രയധികം വേണു ഊതുന്നത് എന്നൊക്കെ ഓർത്തിട്ട് ഈ പൈക്കൾ കണ്ണനെ നോക്കുകയാണ്. മുഹ് ഉഠായെ ദേഖ്തി രഹി, പൈക്കൾ കണ്ണനെ തന്നെ നോക്കുകയാണ്. और फिर, എന്നിട്ട് പിന്നെ, ധീരെ ധീരെ നന്ദ് ഗാവ് കി പഗഡണ്ഡി പർ ബിനാ തുമാരെ അപ്നെ ആപ് മുട് ഗയി. അപ്പോൾ സാധാരണ കണ്ണനുമൊപ്പമാണ് അവർ സന്ധ്യാസമയമാകുമ്പോൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങി പോകുന്നത്. പക്ഷേ ഇന്ന് കണ്ണൻ വരുന്നില്ല. അവസാനം അവരെന്ത് ചെയ്തു? കാത്ത് കാത്ത് മുഷിഞ്ഞ് നിന്നിട്ട് ബിനാ തുമാരെ, നിന്നെ കൂടാതെ തന്നെ, വേ നന്ദ് ഗാവിക്ക് ഓർ മുടുകയെ, അവർ അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുകയാണ്, അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. നന്ദ്ഗാവ് ഓർ മുടുരഹേ, ഗ്രാമം. നന്ദ്ഗാവ് എന്ന് പറയുന്നത്, നന്ദര് എന്ന് പറയുന്നത് ആ കർഷകരുടെ ഗ്രാമമാണ്. നന്ദഗാവ് എന്ന് പറയുന്ന അതാണ്, അതായത് ഇടയന്മാരുടെ, നന്ദഗോപർ എന്നാണല്ലോ പറയാ. അപ്പോൾ ആ നന്ദ ഗ്രാമത്തിലേക്ക് മടങ്ങി പോവുകയാണ്. ഇടയന്മാരുടെ ആ ഒരു ഗ്രാമത്തിലേക്ക്, അല്ലെങ്കിൽ തങ്ങളുടെ അതാത് ഇടങ്ങളിലേക്ക് ഈ പൈക്കൾ മടങ്ങി പോവുകയാണ്. കണ്ണനൊപ്പമാണ് അവരെന്നും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കണ്ണൻ വരുന്ന ഒരു ഭാവവുമില്ല. അതുകൊണ്ട് അവർ മടങ്ങി പോവുകയാണ്. ബിനാ തുമാരെ, നിന്നെ കൂടാതെ തന്നെ, അപ്നെ ആപ് മുടുകയും, ധീരെ ധീരെ നന്ദ്ഗാവ് കി പഗഡണ്ഡി പർ ബിനാ തുമാരെ അപ്നെ ആപ് മുടുകയും. അപ്പോൾ ആ പൈക്കൾ എന്താ ചെയ്തത്? നന്ദ്ഗാവ് കി പഗഡണ്ഡി സെ ഹോക്കർ, പഗഡണ്ഡി ശബ്ദ കാ അർത്ഥ ഹൈ രാസ്ത, മാർഗ്, വഴി. അപ്പോൾ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആ മൃഗങ്ങൾ മടങ്ങിപ്പോയി. അപ്നി പഗഡണ്ഡി പർ, അവർക്ക് വഴിയൊക്കെ അറിയാം, ദിവസവും വരുന്ന വഴിയാണ്. അപ്പോൾ കണ്ണൻ്റെ കൂട്ടിലെങ്കിലും പോകാമെന്നായിട്ടുണ്ട്. അവർ താനെ തിരിച്ചു പോവുകയാണ്. കണ്ണനെ കൂടാതെ തന്നെ അവർ തിരികെ പോവുകയാണ്. ബിനാ തുമാരെ, നിന്റെ ഒപ്പമല്ലാതെ, നീ ഇല്ലാതെ തന്നെ, അപ്നെ ആപ്പ്, സ്വയം മുടുകയും, അവർ തിരികെ പോവുകയാണ്. കണ്ണൻ ഇല്ലാതെ തന്നെ ഇന്ന് അവർ തിരികെ പോവുകയാണ്. പതിവില്ലാത്തതാണത്. എന്നിട്ടും കണ്ണൻ വരാത്തത് കൊണ്ട് അവർ ഇന്ന് തിരികെ പോവുകയാണ്. അപ്പോൾ കണ്ണനും അതൊരു വിഷയമേ അല്ല. ഈ മൃഗങ്ങൾ തിരികെ പോകുന്നത് കണ്ണൻ അറിയുന്നു പോലുമില്ല. കണ്ണൻ ഇപ്പോഴും രാധയെക്കുറിച്ച് ചിന്തിച്ച് അവിടെ വേണു ഊതി നിൽക്കുകയാണ്. മേ നഹി ആയി, അത് കണ്ടിട്ടും ഞാൻ വന്നില്ല. മേ നഹി ആയി, കണ്ണൻ ഈ മൃഗങ്ങൾക്കൊപ്പം പോകുന്നില്ല എന്ന് കണ്ടിട്ട് പോലും ഞാൻ വന്നില്ല. യമുന കെ ഘാട്ട് പർ മछुओं ने अपनी नावें बांध दी और कंधों पर पतवारें रख चले गए, मैं नहीं आई. പിന്നെ അടുത്തൊരു കാഴ്ച, സന്ധ്യാസമയത്തുള്ളൊരു സ്ഥിരം മറ്റൊരു കാഴ്ചയുണ്ട്. യമുനയുടെ തീരത്ത് അവിടുത്തെ മച്ചുവ എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ മച്ചുവനെ, അപ്പോൾ യമുനയുടെ തീരത്ത് നിന്ന് ആ മീൻപിടുത്തത്തിന് പോയ ആൾക്കാരൊക്കെ അപ്നി നാവേം ബാന്ധുക്കർ, തങ്ങളുടെ വള്ളങ്ങൾ കെട്ടിയിട്ട ശേഷം, ബാന്ധന എന്ന് പറഞ്ഞാൽ കെട്ടിയിടുകയാണ്. അപ്പോൾ തങ്ങളുടെ ചെറുവള്ളങ്ങൾ കെട്ടിയിട്ട ശേഷം അവരും എന്ത് ചെയ്യാണ്? കന്ധോംപർ, തങ്ങളുടെ തോളുകളിൽ, കന്ധ ഷോൾഡറാണ്, കന്ധോംപർ പത്തുവാരയും രഘുക്കർ, തങ്ങളുടെ തുഴ, പത്തുവാർ എന്ന് പറയുന്നത് തുഴയാണ്. അപ്പോൾ പത്തുവാരയും രഘുക്കർ വേഭി ചലേഗേ, തങ്ങളുടെ തുഴകൾ തോളിൽ വെച്ചുകൊണ്ട് അവരും മടങ്ങിപ്പോകുന്ന കാഴ്ച കാണാം. അപ്പോൾ മീൻ പിടിക്കാൻ പോയവർ അന്നത്തെ ജോലി കഴിഞ്ഞ് അവരും മടങ്ങിപ്പോവാണ്. അപ്പോൾ അവർ മീൻപിടുത്തത്തിന് പോയ ആ വള്ളങ്ങൾ തീരത്ത് കൊണ്ടുവന്നവർ എന്ത് ചെയ്യാണ്? ബാന്ധതേഹെ, കെട്ടുന്നു. അതിനുശേഷം അപ്നെ പദ്വാരയും ലേക്കർ, തങ്ങളുടെ തുഴകളുമായിട്ട് വെലോക് വാപ്പസ് ഘർ ജാ രഹേ ഹെ, അവരുടെ വീട് പിടിക്കാനായി അവർ പോകുന്നതും കാണാം. മൃഗങ്ങൾ സ്വന്തം കാര്യം നോക്കിപ്പോയി. ആ ജോലിക്ക് പോയവർ അല്ലേ, മുക്കുവർ, അവരും തിരികെ പോവുകയാണ്. യമുന കെ ഘാട്ട് पर, യമുനാ തീരത്ത് മച്ചുവനെ അപ്നി നാവേം ബാന്ധി, അവർ തങ്ങളുടെ തോണികൾ അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് എന്ത് ചെയ്യാണ്? വാപ്പസ് ജാ രഹേ ഹെ അപ്നെ പത്വാരയിലേക്ക്, തങ്ങളുടെ തുഴകളും ഏന്തി തിരിച്ച് വീടുകളിലേക്ക് പോവുകയാണ്. അപ്പോഴും മേ നഹിയായി, എന്നിട്ടും ഞാൻ വന്നില്ല, എന്നിട്ടും ഞാൻ നിന്റെ അടുത്തേക്ക് വന്നില്ല. തുംനെ വംശി ഹോട്ടോ സെ ഹട്ടാ ലീ थी और उदास मौन तुम आम्र वृक्ष की जड़ों से टिककर बैठ गए थे.
और बैठ गए, बैठे रहे, बैठे रहे, बैठे रहे. मैं नहीं आई, नहीं आई, नहीं आई. അതായത് വേണു ഊതി കണ്ണനും തളർന്നു. കണ്ണൻ എന്ത് ചെയ്യാണിപ്പോൾ? വംശി അപ്നെ ഹോട്ടോസെ ഹട്ടാലി, ചുണ്ടുകളിൽ നിന്ന്, അപ്നെ ഹോട്ടോസെ, തൻ്റെ ചുണ്ടുകളിൽ നിന്ന് വംശി കോ ഹട്ടാലി. വംശി എന്ന് പറയുന്ന ബാസുരിയാണ്, ഓടക്കുഴലാണ്. അപ്പോൾ ഓടക്കുഴൽ ചുണ്ടിൽ നിന്ന് മാറ്റി. ഇപ്പോൾ നീയും തും ഭീ ഥക് ഗേ ഹോങ്കെ, നീയും ക്ഷീണിച്ച് കാണുമല്ലേ കണ്ണ. അപ്നി ഹോട്ടോസെ വംശി കോ ഹട്ടാലി, നീ നിന്റെ ചുണ്ടുകളിൽ നിന്ന് ഓടക്കുഴൽ മാറ്റി. और अब तुम अत्यंत उदास है, मौन है. ഇപ്പോൾ നീ വളരെ ഉദാസീനനാണ്, ദുഃഖിതനാണ്. മൗനമേ ഹേ, നീ വളരെ മൗനത്തിലാണ്, ഭയങ്കര സങ്കടത്തിലാണ് ഇപ്പോൾ കണ്ണൻ. എത്ര വിളിച്ചിട്ടും രാധ വന്നില്ല, അതിൻ്റെ സങ്കടത്തിലാണ് കണ്ണൻ. വേ തോ അബ് ഉദാസ് ഹേ और मौन है. तुम आम्र वृक्ष की जड़ों से टिककर बैठ गए. आम्र वृक्ष के नीचे ही खड़ा है अब भी. ഇതുവരെയും എന്ത് ചെയ്യായിരുന്നു കണ്ണൻ? ആ മരത്തോട്, ആ മാവിൻ്റെ തടിയോട് ചേർന്ന് ചാരി നിന്നാണ് ഇത്ര നേരവും കണ്ണൻ വീണു ഊതിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ണൻ എന്താ ചെയ്യുന്നത്? വഹാം ബൈഠ് ഗേ, അവിടെ ഇരുന്നു, തളർന്നു, അവിടെ ഇരുന്നു. ആമ്ര വൃക്ഷയ്ക്ക് ജഡോസെ ടിക്കർ, ജഡെന്ന് പറയുന്നത് വേരുകളാണ്. അപ്പോൾ വേരുകളോട് ടിക്കർ, ചേർന്ന്, വേരുകളോട് ചേർന്ന് തും വഹീം ബൈഠ് ഗേ, നീ അവിടെ തന്നെ ഇരുന്നു. ഓർ ബൈഠേ രഹേ, ഇരിക്കുക തന്നെ ചെയ്തു. ബൈഠേ രഹേ, ബൈഠേ രഹേ, തളർന്ന് അവിടെ ഒരേ ഇരിപ്പാണ്. ബൈഠേ രഹേ, സമയം കഴിഞ്ഞു പോകുന്നതൊന്നും അറിയാതെ അവിടെ ഇരുന്നു. ബൈഠേ രഹേ, അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരുന്നു. ബൈഠേ രഹേ, എത്ര ടൈം കടന്നു പോയിട്ടും നീ അവിടെ നിന്ന് എഴുന്നേറ്റില്ല, എത്രയോ നേരം നീ അവിടെ ഇരുന്നു എന്നുള്ളതാണ് ആ 3 തവണ ബൈഠേ രഹേ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനോ വേ നഹി ആയി, നഹിമായി, നഹിമായി, നീ അവിടെ ഇരിക്കുക തന്നെയായിരുന്നു, ഞാനതനുസരിച്ച് അവിടെ വന്നതുമില്ല, ഞാൻ വന്നതേയില്ല. നിന്റെ കാത്തിരിപ്പ് വിഫലമായി, ഞാൻ വന്നതേയില്ല, എനിക്ക് വരാൻ കഴിഞ്ഞതേയില്ല. മേ നഹിയായി, നഹിമായി, നഹിമായി. അങ്ങനെ കണ്ണൻ അവിടെ ഇരുന്നിരുന്നിരുന്ന് തളർന്നു. ഒരുപാട് വിളിച്ചു, രാധ വന്നില്ല. അവസാനം തളർന്നു, ഉദാസീനനായി, മൗനനായി, സങ്കടപ്പെട്ട് വളരെ വിഷമത്തോടെ ആ മാവിൻ്റെ വേരുകളിൽ അല്ലെങ്കിൽ ആ ഒരു ചാഞ്ഞ് തളർന്ന് അവിടെ ഇരിപ്പാണിപ്പോൾ കണ്ണൻ. എത്രയോ നേരം കണ്ണൻ അവിടെ ഇരുന്നു, പക്ഷെ രാധ വന്നതേയില്ല. തും അന്തുമേ മുഢേ ഏക് ഝുക്കി ഡാൽ പർ ഘിലാ ഏക് ബോർ തുംനെ തോടാ और धीरे धीरे चल दिए. അങ്ങനെ അവസാനം തും അന്തുമേ മുഢേ, ഇരുന്നിരുന്ന് മടുത്ത് അവസാനം നീ എഴുന്നേറ്റു. തും അന്തുമേ മുഢേ, അവസാനം നീ എഴുന്നേറ്റു. ഏക് ഛുക്കി ഡാൽ പർ ഘിലാ ഏക് ബൗർ തുംനെ തോടാ. ഛുക്കി ഡാൽ എന്ന് പറഞ്ഞാൽ ഒരു താണച്ചില്ല, മാവിൻ്റെ ഒരു ചില്ല. ഓ ഛുക്കി ഹുയി ഹെ, കുറച്ച് താണു നിൽക്കുന്ന ഒരു ഡാലി, ഒരു ചില്ലയിൽ നിന്ന് ഉസ്മേ ഘിലാ ഏക് ബൗർ, അതിൽ വിടർന്ന ഒരു മാമ്പൂവ്, ബൗര്. അപ്പോൾ ആ മാമ്പൂവ് തുംനെ തോടാ, നീ പൊട്ടിച്ചെടുത്തു. അപ്പോൾ താണ ചില്ലയിലുണ്ടായിരുന്ന ഒരു മാമ്പൂവ് നീ പൊട്ടിച്ചെടുത്തു. തുംനെ തോടാ. और धीरे धीरे चल दिए, എന്നിട്ട് പതുക്കെ നീ അവിടം വിട്ട് നടന്നു. നീ ഒരു മാമ്പൂവ് പൊട്ടിച്ചെടുത്തുകൊണ്ട് പതുക്കെ നീ അവിടെ നിന്ന് നടന്നു. ധീരെ ധീരെ തും വഹാസേ ചലേ ഗേ, അവിടെ നിന്ന് പതിയെ നീ നടന്നു. अनमने तुम्हारे पाव पगडंडी पर चल रहे थे. तुम चल रहे हैं लेकिन अनमने हैं. നിന്റെ മനസ്സ് അവിടെ എങ്ങും ഇല്ല. നീ നടക്കുന്നുണ്ടെങ്കിലും നീ ഇതൊന്നും അറിയുന്നില്ല. നീ നടക്കുകയാണെന്ന് നീ അറിയുന്നില്ല. നീ ആ പൂവ് പൊട്ടിച്ചെടുത്ത കാര്യം പോലും നിനക്കറിയില്ല. കാര്യം നിന്റെ മനസ്സ് ഇവിടെ എങ്ങുമില്ല. ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നിന്റെ മനസ്സുള്ളതെന്ന് എനിക്ക് അറിയാം. ലേക്കിൻ തും തോ വാപ്പസ് ചൽ രഹേ ഹോ, നീ തിരിച്ച് നടക്കുകയാണ്. അൻമനെ തുമാരെ പാവ്, നിന്റെ കാലുകൾ നീ പോലും അറിയാതെ പഗ്ഡണ്ടി പർ ചൽ രഹേ थे. പഗ്ഡണ്ടി രാസ്ത, ആ വഴിയിലൂടെ നീ നടക്കുകയാണ്. പഗ്ഡണ്ടി പർ ചൽ രഹേ ഹേ തുമാരെ പാവ്, നിന്റെ കാലുകൾ വെച്ച് നീ ഇങ്ങനെ നടക്കുകയാണ്. അത് നീ വാസ്തവത്തിൽ അറിയുന്നു പോലുമില്ല. പർ ജാനത്തെ ഹോ തുമാരെ അൻജാൻ മേ ഹി തുമാരി ഉംഗ്ലിയാ ക്യാ കർ രഹി ഥി. പക്ഷെ ആ സമയത്ത് നിന്റെ വിരലുകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് നിനക്കറിയാമോ?
അൻജാനേ മേഹി, നീ അറിയുന്നില്ലായിരുന്നു, പക്ഷേ ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അൻജാനേ മേഹി, അൻജാന എന്ന് പറഞ്ഞാൽ അറിയാതെ തന്നെ. തുമാരി ഉംഗുലിയാം, നിന്റെ വിരൽ, കയ്യിൽ ആ ആംകാ ബോര ഹെ, കൻഹാക്കെ ഹാത്തുമേ ആംകാ ബോര ഹെ, കണ്ണൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്, ആ മാവിൽ നിന്ന് പൊട്ടിച്ചെടുത്ത മാമ്പൂവ് കയ്യിലുണ്ട്. എന്നിട്ട് നടക്കുന്ന സമയത്ത് അപ്നി ഉംഗുലിയോസെ വോ ക്യാ കർ രഹേ ഥേ, ആ പൂവിനെ എന്ത് ചെയ്യുകയായിരുന്നു നിനക്കറിയാമോ? അൻജാനേ മേഹി തുമാരി ഉംഗുലിയാം, നിന്റെ വിരലുകൾ അൻജാനേ മേഹി, അറിയാതെ തന്നെ ക്യാ കർത്തേ ഥേ യഹി ക്യാ തുമേ മാലൂം ഹെ, നീ ആ പൂക്കളെ നിന്റെ വിരലുകൾ കൊണ്ട് എന്ത് ചെയ്തു എന്ന് നിനക്കറിയാമോ? വേ ഉസ് ആമ്ര മഞ്ജരി കോ ചൂർ ചൂർ കർ ശ്യാമൽ വൻ ഘാസോ മേ ബിജി ഉസ് മാംഗസി ഉജ്ലി പഗ്ഡണ്ടി പർ ബിഖേർ രഹി ഥി. എന്താണ് കണ്ണൻ്റെ വിരലുകൾ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്? വേ ഉസ് ആമ്ര മഞ്ജരിക്കോ ചൂര് ചൂരുക്കർ, കയ്യിലുണ്ടായിരുന്ന ആ മാമ്പൂക്കളെ ചൂര് ചൂരുക്കർ, ചൂർന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ട് ഞെരടുക, അതിനിങ്ങനെ പൊടിച്ചെടുക്കുക, കൈകൊണ്ട് അതിനിങ്ങനെ ഞെരടി ആ പൂക്കളെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷണങ്ങളായിട്ട് പൊടിക്കുന്നുണ്ടായിരുന്നു കൈകൾ കൊണ്ട്. ചൂര് ചൂരുക്കർ, അതിനെ പൂക്കളെ എന്ത് ചെയ്യാണ്, മാമ്പൂക്കളെ അപ്നെ ഹാഥോസെ അപ്നി ഉംഗുലിയോസെ, തൻ്റെ വിരലുകൾ കൊണ്ട് തുമ്നെ തോ ചൂര് ചൂര് കരുതിയ, നീ എന്ത് ചെയ്തു, അതിനെ ഇങ്ങനെ ചൂര് ചൂര് കരുതിയ, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരുന്നു, അതിനെ ഇങ്ങനെ പൊടിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ശ്യാമൽ വനുഘാസോമേം ബിച്ചി, അപ്പോൾ വനുഘാസ് ഹേ ദോനോ പകിടണ്ടിക്ക് ദോനോ ഓർ, ആ നടവഴി മാത്രമാണ് അവിടെ ഉള്ളത്, വനമല്ലേ, മൃഗങ്ങളെ എന്താണ് മേയ്ക്കാനായിട്ട് കൊണ്ടുവിട്ട ആ കുഞ്ഞ് ചെറു കാടിൻ്റെ നടുക്കാണ് കണ്ണൻ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് തിരികെ പോകാനുള്ള വഴി എന്ന് പറയുന്നത് നടന്ന് നടന്ന് ആ കാട്ടിനിടയിൽ അല്ലെങ്കിൽ പുൽച്ചെടികൾക്കിടയിൽ മനുഷ്യൻ നടന്നുണ്ടാക്കിയ, അല്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യരും കൂടി നടന്നുണ്ടാക്കിയ ഒരു നേർത്ത വരമ്പ് മാത്രമേ അവിടെ വഴിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് ചോടുകൾ വെക്കാനുള്ള ഒരു നേർത്ത വഴി മാത്രമാണ് അവിടെയുള്ളത്. അതിൻ്റെ ഇരുവശങ്ങളിലും എന്താണുള്ളത്? ശ്യാമൽ വനുഘാസ് ഹേ. വനുഘാസ് എന്ന് പറഞ്ഞാൽ വനത്തിലെ പുല്ലുകളാണ്. ഓ ശ്യാമൽ ഹേ, ഇങ്ങനെ കറുത്ത നിറത്തിൽ. ശ്യാമളം എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കറുത്ത പുല്ലെന്നുള്ളതല്ല, കരിമ്പച്ച നിറത്തിലെ പുല്ലുകളാണ്. ശ്യാമൽ വനുഘാസ് ഹേ, കരിമ്പച്ച നിറത്തിലെ ആ പുല്ലുകൾ. ആ പുല്ലുകൾക്ക് നടുവിലൂടെ ഒരു നേർത്ത വരമ്പ് പോലുള്ള ആ ഒരു വഴിയിലൂടെയാണ് നീ നടക്കുന്നത്. ആ വഴിയിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് कृष्ण क्या कर रहा है? अपने हाथ में जो बोर है, आम का बोर है, उसे चूर चूर कर उस पगडंडी पर बिखेर रहा है. बिखेरना എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിതറുക. അപ്പോൾ കയ്യിലുള്ള പൂക്കളിങ്ങനെ പൊടിച്ച് നമ്മളും എന്തെങ്കിലും ആലോചനയിലൊക്കെ ആയിരിക്കുമ്പോൾ കയ്യിലുള്ള സാധനം എന്താണെന്നൊന്നും നോക്കിയില്ല, ചിലപ്പോൾ അത് ഇതേപോലെ നശിപ്പിക്കും. ഒരു പേപ്പർ ആണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും കുത്തി വരയ്ക്കും. അത് നമ്മുടെ മനസ്സവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും കുത്തി വരയ്ക്കും, കയ്യിലിരിക്കുന്നത് എന്താണെന്ന് പോലും ഓർക്കാതെ ചിലപ്പോൾ അത് വലിച്ചു കീറുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ കണ്ണൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകളാണ് വാസ്തവത്തിൽ നമ്മളവിടെ കാണുന്നത്. അപ്പോൾ കണ്ണൻ്റെ കയ്യിൽ പൂക്കളുള്ളത് കണ്ണൻ അറിയുന്നില്ല, അതിനെ ഇങ്ങനെ പൊടിക്കുന്നത് കണ്ണൻ അറിയുന്നില്ല, വഴിയെ നടക്കുകയാണ്, വീട്ടിലേക്ക് പോവാണെന്നുള്ളത് പോലും കണ്ണന് പൂർണ്ണമായ ബോധമൊന്നുമില്ല. അപ്പോൾ വളരെ ഉദാസീന് ഹോക്കർ, ദുഃഖിതനായി ഓ ചൽ രഹാ ഹേ, നടക്കുകയാണ്. എന്നിട്ട് കയ്യിലുള്ള ആ പൂക്കളെ ഇങ്ങനെ പൊടിക്കുകയാണ്. അപ്പോൾ രാധയെ നോക്കൂ, രാധ എത്രത്തോളം കീനായിട്ട് കണ്ണനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാറി നിന്ന് കണ്ണൻ്റെ ഓരോ ചലനങ്ങളെയും രാധ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അപ്പോൾ എത്രത്തോളം കണ്ണൻ അഡിക്റ്റാണ് രാധ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കണ്ണൻ്റെ ഓരോരോ ചലനങ്ങളെയും അവൾ മാറി നിന്ന് നിരീക്ഷിക്കുകയാണ്. കണ്ണൻ്റെ കൈവിരലുകൾ എന്ത് ചെയ്യുന്നു, നടക്കുന്നത് എങ്ങനെ, എല്ലാം സൂക്ഷ്മമായി പറയുകയാണ്. അപ്പോൾ കയ്യിൽ പൂ പൊട്ടിച്ചത് കണ്ടു, പിന്നെ അത് കയ്യിൽ വെച്ചത് ഇങ്ങനെ ഞെരടുന്ന കണ്ടു. എന്നിട്ട് രാസ്തേ പർ വോ ബിഖേർ റഹാ ഹേ, ആ പൂക്കൾ നടക്കുന്ന വഴി തന്നെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഇട്ടിട്ട് പോവാണ്. കയ്യിൽ നിന്നിങ്ങനെ അത് കൊഴിഞ്ഞു കയ്യിൽ നിന്ന് നിലത്ത് വീഴുകയാണ്. ആ പൂക്കൾ നിലത്ത് വീഴുകയാണ്. ബിഖേർന വിതറുക. അപ്പോൾ രാധയ്ക്ക് അത് കാണുമ്പോൾ എന്തായിട്ടാണ് തോന്നുന്നത് എന്നുള്ളതാണ് അതിലും രസകരം. അപ്പോൾ വനുഘാസോമേം ബിച്ചി, വനുഘാസ് എന്ന് പറഞ്ഞാൽ കാട്ടുപുല്ലുകളാണ്. ആ കാട്ടുപുല്ലുകൾ എങ്ങനെയുള്ളതാണ്? കരിമ്പച്ച നിറത്തിലെ, അതായത് ഈ ഇരുണ്ട നിറത്തിലെ ആ കാട്ടുപുല്ലുകൾക്കിടയിൽ ഓ ബിഖേർ രഹി ഥി, എന്ത് ചെയ്യണത്, പുല്ലുകൾക്കിടയിലുള്ള ഇടവഴി. ആ ഇടവഴിയിൽ എന്ത് ചെയ്യുന്നു, ഓ
ഓ ബിഖേർ റഹി ഹേ ഉൻ ഫൂലോം കോ, ആ പൂക്കളെ അവിടെ വിതറുകയാണ്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് ഇതാണ്, ഇരുവശങ്ങളിലും കാട്ടുപുല്ലാണ്, അതിൻ്റെ നടുക്കൊരു നടവഴിയുണ്ട്, നേർത്ത നടവഴിയുണ്ട്. ആ നടവഴിയിൽ കയ്യിലുള്ള പൂക്കളെ ഇങ്ങനെ ഞെരടി വിതറിയാണ് കണ്ണൻ നടക്കുന്നത്. അപ്പോൾ കണ്ണൻ നടക്കുന്ന വഴിയിൽ ഈ പൂക്കൾ ഇങ്ങനെ ഇട്ടിട്ടാണ് കണ്ണൻ നടക്കുന്നതെന്നാണ് രാധ പറയുന്നത്. ഇനി അതിനെ രാധ എന്തായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ശ്യാമല വനഘാസോമേ ബിച്ചി, പച്ച നിറത്തിലെ ആ പുൽക്കൾക്കിടയിലുള്ള മാങ്കുസി ഉജ്ലി പകിടണ്ടി, ആ വഴി എന്തുപോലെയുള്ളതാണെന്നറിയോ? മാങ്ക് കെ സമാൻ, ഒരു പെൺകുട്ടിയുടെ നെറുക പോലെ. അതായത് നമ്മുടെ മുടി വകന്നു കഴിയുമ്പോൾ, മുടി നടുക്ക് രണ്ടായി വകന്നു കഴിയുമ്പോൾ നമ്മുടെ നെറുകയിൽ നമ്മൾ സിന്ദൂരം വെക്കാറുണ്ട്. വിവാഹിതകളായ ഹിന്ദു പെൺകുട്ടികൾ സിന്ദൂരം വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് രാധ. അതായത് രാധയുടെ വകഞ്ഞ മുടിയായിട്ടാണ് രാധയ്ക്ക് തോന്നുന്നത്. ഏതാണ്? ആ ഇരുവശങ്ങളിലുമുള്ള ആ പച്ച പുല്ലുകളെ. ഇനി അതിൻ്റെ നടുക്കുകൂടുള്ള രാധയുടെ ആ നെറുക, അതായിട്ട് രാധയ്ക്ക് തോന്നുന്നത് എന്താണ്? ആ കണ്ണൻ നടക്കുന്ന വഴിയാണ്. ഇനി അവിടേക്ക് കണ്ണൻ ഇട്ട ആ പൂക്കൾ, അത് രാധയ്ക്ക് കണ്ണൻ ചാർത്തി തരുന്ന സിന്ദൂരമായിട്ടാണ് തോന്നുന്നത്. എത്ര മനോഹരമായ വർണ്ണനയാണെന്ന് നോക്കും. അപ്പോൾ രാധ അവിടെ കാണുന്നത് എന്താണ്? കണ്ണൻ എൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി തരുന്നു എന്നാണ് രാധ അതിനെ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഉസ് മാങ്കസി ഉജ്ലി പകിടണ്ടി, ആ വഴിയുടെ പ്രത്യേകത എന്താണ്? ഓ മാങ്ക് കെ സമാൻ ഉജ്ലി ഹെ, മാങ്ക് എന്ന് പറയുന്നത് നെറുകയാണ്. നെറുക പോലെ ഉജ്ലി ഹെ, തിളക്കമുള്ളതാണ്. അപ്പോൾ ഇരുവശത്തും കറുത്ത മുടികൾക്കിടയിൽ അത് ഇങ്ങനെ എടുത്തു നിൽക്കുമല്ലോ നെറുകയിൽ, ആ സിന്ദൂരം വെക്കുന്ന ഭാഗം. അപ്പോൾ അങ്ങനെ രാധ കാണുന്നത് ആ പച്ച പുല്ലുകൾക്കിടയിലുള്ള ആ വരമ്പാണ്, ആ നടക്കുന്ന നടവഴിയാണ്. അപ്പോൾ ഉജ്ലി പകിടണ്ടി പർ ബിഖേർ റഹി ഥി, ആ മാമ്പൂക്കൾ വിതറുമ്പോൾ രാധയ്ക്ക് തോന്നുന്നത് കണ്ണൻ എൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി തന്നു എന്നാണ് രാധയ്ക്ക് തോന്നുന്നത്. യഹ് തുമ്നെ ക്യാ കിയാ പ്രിയ, എൻ്റെ പ്രിയനെ നീ ഇതെന്താണ് ചെയ്തത്? യഹ് തുമ്നെ ക്യാ കിയാ, നീ എന്താണ് കണ്ണാ ചെയ്തത്? ക്യാ അപ്നെ അൻജാനെ മേ ഹി ഉസ് ആമക്കെ ബൗർസെ മേരി ക്വാരി ഉജ്ലി പവിത്ര മാങ്ക് ഭർ രഹേ ഥേ സാവരേ, ഞാൻ വിവാഹം കഴിയാത്ത പെൺകുട്ടിയാണെന്ന് നിനക്ക് അറിയില്ലേ? മേരി മാങ്ക് തോ ക്വാരി ഹേ, ക്വാരി എന്ന് പറഞ്ഞാൽ കുമാരി എന്നാണ് അർത്ഥം. കുമാരി എന്ന് പറയുന്നത് വിവാഹം കഴിയാത്ത പെൺകുട്ടികളെയാണല്ലോ കുമാരിമാർ എന്ന് പറയും. അപ്പോൾ മേ തോ കുമാരി ഹൂം, ഞാൻ അവിവാഹിതയായ പെൺകുട്ടിയല്ലേ, എൻ്റെ നെറുകയിൽ നീ സിന്ദൂരം ചാർത്തിയോ? തുമ്നെ ക്യാ കിയാ കാൻ ഹെ, കണ്ണാ നീ എന്താണ് ചെയ്തത്? മേ തോ കുവാരി ഹൂം, എൻ്റെ നെറുകയിൽ ഇന്ന് വരെ സിന്ദൂരം തൊട്ടിട്ടേ ഇല്ലല്ലോ. മേരി മാങ്ക് തോ കുവാരി ഹേ, എൻ്റെ നെറുകയിൽ ഇന്നേ വരെ സിന്ദൂരം ചാർത്തിയിട്ടേ ഇല്ലല്ലോ. ഉജ്ലി ഹേ പവിത്ര ഹേ, പവിത്രമാണ്. മേരി മാങ്ക് തോ പവിത്ര ഹേ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് വരെയും സിന്ദൂരം തൊടപ്പെട്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പവിത്ര ഹേ ഉജ്ലി ഹേ, ഉജ്ല എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള എന്ന് വെച്ചാൽ ഇന്ന് വരെ സിന്ദൂരത്തിൻ്റെ അടയാളം പതിയാത്ത എൻ്റെ ആ നെറുകയിൽ തും ഉസ് ആമക്കെ ബൗർസെ, ആ മാമ്പൂക്കൾ കൊണ്ട് ക്യാ മാങ്ക് ഭർ രഹേ ഥേ സാവരേ, ഹേ സാവരേ, ഹേ കാന്, നീ എന്താണ് ചെയ്തത്? ഇൻ ഫൂലോസെ മേരി മാങ്ക് ഭർ രഹേ ഥേ, ഈ പൂക്കൾ കൊണ്ട് എൻ്റെ നെറുകയിൽ നീ സിന്ദൂരം ചാർത്തുകയായിരുന്നോ കണ്ണാ? ക്യാ അപ്നെ അൻജാനെ മേഹി, അറിയാതെ നീ അങ്ങനെ ചെയ്തു പോയല്ലോ കണ്ണാന്നാണ്. അൻജാനെ മേഹി, നീ അറിഞ്ഞുകൊണ്ടല്ല, നീ മറ്റെന്തോ ചിന്തയിൽ അങ്ങനെ ചെയ്തു പോയതാണ് എന്നൊക്കെയാണ് രാധ അതിനെ കാണുന്നത്. അപ്പോൾ ക്യാ തും മേരി ക്വാരി ഉജ്ലി പവിത്ര മാങ്ക് ഭർ രഹേ ഥേ സാവരേ, സാവരേ എന്നാണ് സ്നേഹത്തോടെ കണ്ണനെ രാധ വിളിക്കുന്നത്. കറുത്ത നിറമുള്ള എന്നർത്ഥത്തിലാണ് സാവരേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിവാഹിതയായ അല്ലെങ്കിൽ ഇന്നുവരെ സിന്ദൂരം തൊടാത്ത എൻ്റെ നെറുകയിൽ നീ എന്താണ് കണ്ണാ ചെയ്തത്? ഈ പൂക്കൾ കൊണ്ട് സിന്ദൂരം തൊട്ടോ? ക്യാ കിയാ കാൻഹ തുമ്നെ, നീ എന്താണ് ചെയ്തത് കണ്ണാ? പർ മുझे देखो, അപ്പോൾ ഇതൊക്കെ നീ ചെയ്തിട്ടും നീ എന്നെ നോക്കൂ. മുझे देखो मैं उस समय भी तो माथा नीचा कर. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയുടെ നെറുകയിൽ അവളുടെ പുരുഷൻ സിന്ദൂരം ചാർത്തി കൊടുക്കുമ്പോൾ, രാധയുടെ സങ്കല്പം അതാണ്, സിന്ദൂരം ചാർത്തി കൊടുക്കുമ്പോൾ അവൾ ചെയ്യേണ്ടത് എന്താണ്?
എന്ന് രാധ പറയുന്നു. മാഥ നീച്ച കർണ ഹെ, എന്ത് ചെയ്യണം? തല താഴ്ത്തി പിടിക്കണം. और उस सुहाग से प्रदीप्त होना है. അപ്പോൾ വിവാഹിതയായി എന്ന ബോധം തൻ്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകണം. ആ സിന്ദൂരം ചാർത്തി തന്നയാളോട് പ്രണയമുണ്ടാകണം. പിന്നെ അപ്നെ മാഥേ പർ പല്ല ഡാൽന ഹെ, തൻ്റെ ആ നെറുക, അതായത് തൻ്റെ പ്രിയതമൻ സിന്ദൂരം ചാർത്തി തന്ന ആ നെറുക പല്ലേസെ ഉസേ മാഥേ പർ പല്ല ഡാൽന ഹെ, ആ മൂടുപടം വലിച്ച് മുഖത്തേക്ക് ഇടണം, അതിനെ മറയ്ക്കണം. മുഖത്തേക്ക് മൂടുപടം ഇട്ട്, അല്ലെങ്കിൽ ദുപ്പട്ടയുടെ പല്ലൂസെ അല്ലേ, ദുപ്പട്ടയുടെ മുന്താണി കൊണ്ട് ആ മുഖം മറയ്ക്കണം. ലജ്ജിക്കണം, നാണിക്കണം. മുഹ്കോ ഝുകാന ഹെ, മുഖം താഴ്ത്തി, കണ്ണുകൾ താഴ്ത്തി. തുമാരി ചരണ് ധൂലി ദേന ഹെ, ഭർത്താവിൻ്റെ ചരണ് കി ധൂലിയാം ഹാത്ത് സേ ലേന ഹെ, കാൽപാദങ്ങളിലെ പൊടി തൊട്ട് വന്ദിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ചരണങ്ങളെ വന്ദിക്കണം. തുമേ പ്രണാം കർണ ഹെ, കാലുകളിൽ തൊട്ട് വന്ദിച്ച് നിന്നെ പ്രണമിക്കണം. ഇതൊക്കെയല്ലേ ഒരു പെൺകുട്ടി ചെയ്യേണ്ടിയിരുന്നത് കണ്ണ എന്ന് രാധ ചോദിക്കുകയാണ്. അപ്പോൾ തൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തിത്തരുന്ന പുരുഷൻ്റെ മുന്നിൽ ഒരു സ്ത്രീ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് കണ്ണ. പക്ഷേ ഇസ്കേലിയെ മേ നഹിമായി, ഞാൻ വന്നില്ല. നഹിമായി ഞാൻ വന്നില്ല. അതായത് നീ എൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി തന്നിട്ട് പോലും എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല കണ്ണ എന്നാണ് രാധ അവിടെ പറയുന്നത്. എന്താണ് ആ വരികൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. उस आम के बौर से मेरी क्वारी उजली पवित्र मांग भर रहे थे सावरे. നീ ആ മാമ്പൂക്കൾ കൊണ്ട് എൻ്റെ ഇന്നുവരെയും സിന്ദൂരം തൊട്ടിട്ടില്ലാത്ത തിളക്കമുള്ള എൻ്റെ ആ നെറുകയിൽ നീ സിന്ദൂരം തൊട്ടു. പർ മുझे देखो, പക്ഷെ എന്നെ നോക്കൂ. മേ ഉസ് സമയ ഭീ തോ, ആ സമയത്ത് പോലും ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നില്ല. എന്തിനു വേണ്ടി വന്നില്ല? മാഥാ നീച്ചാക്കർ ഇസ് അലൗകിക് സുഹാഗ് സെ പ്രദീപ്ത് ഹോക്കർ माथे से पल्ला डालकर, माथे पर पल्ला डालकर झुककर तुम्हारी चरण धूली ले लेकर तुम्हें प्रणाम करने मैं नहीं माई. ഞാൻ വന്നതേ ഇല്ല കണ്ണ. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? മാഥ നീച്ച കർക്കെ, എൻ്റെ മാഥ, എൻ്റെ നെറ്റിത്തടം താഴ്ത്തി. ഇസ് അലൗകിക് സുഹാഗ് സേ, അലൗകികമായ ആ സുഹാഗ് എന്ന് പറഞ്ഞാൽ വിവാഹിത ആയവരെയാണല്ലോ സുഹാഗിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വിവാഹിതയാണ് എന്ന ബോധത്തോടെ ഉസ് ദീപ്തിമേം പ്രദീപ്ത് ഹോക്കർ, അതിൻ്റെ ഒരു തിളക്കത്തിൽ വിവാഹിതയായ സ്ത്രീ എന്ന ആ അഭിമാന ബോധത്തോടെ നിൻ്റെ മുന്നിൽ നിൽക്കാതെ, മാഥ നീച്ച നാ കർക്കെ, എൻ്റെ നെറ്റി കുനിക്കാതെ, നിൻ്റെ മുന്നിൽ എൻ്റെ മുഖം കുനിക്കാതെ, മാഥേ പർ പല്ല ഡാൽക്കർ, മാഥേ പർ എൻ്റെ നെറുകയിൽ നീ സിന്ദൂരം ചാർത്തി തന്ന നെറുക ഷോള് കൊണ്ട് മറയ്ക്കാതെ, ചുക്കർ തുമാരി ചരണ ധൂലിയിലേക്കർ, പിന്നെ ചുക്കർ നിൻ്റെ മുന്നിൽ കുനിഞ്ഞ് നിൻ്റെ ചരണ ധൂലിയിലേക്കർ എന്ന് വെച്ചാൽ കാലിൽ തൊട്ട് വന്നിച്ച്. ചരണോങ്കി ധൂലിയിലെന, ധൂലി പൊടിയാണ്. ചരണിക്ക് ധൂലി എന്ന് പറഞ്ഞാൽ കാലിലെ പൊടി, ഉദ്ദേശിക്കുന്നത് കാലിൽ തൊട്ട് വണങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിൻ്റെ പാദം തൊട്ട് വണങ്ങി, തുമേ പ്രണാം കർണേ, നിന്നെ പ്രണമിക്കാനായി, മേ നഹിമായി, ഞാൻ വന്നില്ല. നഹിമായി ഞാൻ വന്നില്ല. അപ്പോൾ ആ മാമ്പൂക്കൾ കൊണ്ട് നടക്കുന്ന വഴിയിൽ കണ്ണൻ പൂക്കൾ കൈകൊണ്ട് ഞെരടി ഇട്ടപ്പോൾ രാധയ്ക്ക് തോന്നിയത് തൻ്റെ നെറുകയിൽ കണ്ണൻ സിന്ദൂരം ചാർത്തിയെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം എന്നോണം ഒരു പെൺകുട്ടി ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ തലകുനിച്ച് നിൽക്കുകയും ഭർത്താവിനെ വണങ്ങുന്നത് പോലെ ആ ഒരു ഭാവത്തിൽ ലജ്ജാവിവശയായി നിൽക്കുകയും പിന്നെ ആ കാൽകളെ തൊട്ട് വന്ദിച്ച് പ്രണമിക്കുകയും പിന്നെന്താണ് അതിന് മുന്നേ പറയുന്നുണ്ട്, എന്താണ് ആ പല്ലു മുഖത്തേക്ക് വലിച്ചിട്ട് ലജ്ജാവതിയായി മുഖം താഴ്ത്തി നിൽക്കുകയും അല്ലേ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല കണ്ണാ, മേ നഹിമായി, ഞാൻ അതിനു വേണ്ടിയൊന്നും വന്നതേയില്ല എന്നാണ് രാധ അവിടെ പറയുന്നത്. മേനെ മാഥ നീച്ച നാ കിയാ, ഇസ് അലൗകിക് സുഹാഗ് സെ പ്രദീപ്ത് നാ ഹുവ എന്ന് വെച്ചാൽ അലൗകികമായതാണിത്. ഒരു സാധാരണ സ്ത്രീ അല്ല ഞാനിപ്പോൾ,
അലൗകികമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് കണ്ണൻ എന്ന് പറയുന്ന സാധാരണ ഒരു പുരുഷൻ അല്ലല്ലോ, പുരുഷ സങ്കല്പമല്ല, അവിടെ ദൈവിക സങ്കല്പമാണുള്ളത്. അപ്പോൾ ഒരു അലൗകികമായ ഒരു റിലേഷനിലാണ് ഞാനിപ്പോൾ, അല്ലെങ്കിൽ കണ്ണൻ്റെ ഭാര്യാ പദവിയിലാണ് ഞാനിപ്പോൾ. ഈ അലൗകികമായ സുഹാഗ് എന്ന് പറയുന്ന വൈവാഹികമായ അവസ്ഥയാണ്. ഉസ്സേ മുझे പ്രദീപ്ത് ഹോനാ ഥാ, അതിൻ്റെ ആ ഒരു ദീപ്തിയിൽ ശോഭിക്കേണ്ടിയിരുന്നു ഞാൻ. മാഥേ പർ പല്ല ഡാൽനാ ഹെ, എൻ്റെ മുഖത്തേക്ക് എൻ്റെ മൂടുപടം വലിച്ചിടേണ്ടതായിരുന്നു ഞാൻ. മാഥേ പർ പല്ല ഡാൽനാ ഹെ, ഛുക്കർ തുമാരി ചരണ ധൂലി ലേനാ ഹെ, നിന്റെ മുന്നിൽ കുനിഞ്ഞ് നിന്റെ കാലുകളെ തൊട്ട് വന്ദിക്കേണ്ടതായിരുന്നു. തുമേ പ്രണാം കർനാ ഹെ, നിന്നെ പ്രണമിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്തില്ല. മേ നഹിമായി, ഞാൻ വന്നില്ല. മേ നഹിമായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ നിന്റെ മുന്നിലേക്ക് എത്തേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ അതിനു വേണ്ടിയൊന്നും നിന്റെ അടുത്തേക്ക് വന്നതേയില്ല എന്ന് രാധ പറയുകയാണ്. അപ്പോൾ ആ സന്ദർഭങ്ങളെ നമുക്കിങ്ങനെ പറയാം. അതായത് സന്ധ്യാസമയമായിട്ടുണ്ട്, നന്ദഗ്രാമത്തിൽ എല്ലാവരും ജോലി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. മൃഗങ്ങൾ പോലും തിരിച്ചുപോയി, കണ്ണനൊപ്പം പോകേണ്ടിയിരുന്ന മൃഗങ്ങൾ പോലും തിരിച്ചുപോയി. നന്ദഗാവ് की पगडंडी पर गायों के अकेले वे वापस चले गए हैं और तुम्हारे बिना वे मुड़ गए हैं. और वहाँ के मछुआरे जो हैं वे लोग अपने अपने नाव को यमुना नदी के किनारे बांध देने के बाद अपने अपने घर की ओर चले गए. वे भी तब भी तुम वहीं बैठे रहे. मैं नहीं आई और मेरी प्रतीक्षा करते करते तुम भी बहुत अधिक थक गए हो. और तुमने क्या किया, तुमने आम की एक छुकी डाली से एक बोर को तोड़ा और वहाँ से वापस चले गए. और चलते चलते अपनी उंगलियों से उन फूलों को चूर चूर कर उस पगडंडी पर बिखेर दिया. तो मुझे ऐसा लगा कि मेरी मांग रूपी उजली पगडंडी पर तुमने सिंदूर डाल दिया है. तुम्हारे इस प्रवृत्ति से, तुम्हारी इस प्रक्रिया से, इस प्रवृत्ति से, इस क्रिया से मुझे ऐसा लगा कि तुमने मेरी पगडंडी रूपी कुंवारी उजली पवित्र मांग को सिंदूर रूपी बोर से भर दिया है. सिंदूर रूपी बोर से भर दिया है. लेकिन मन की लाज के कारण इस अलौकिक सुहाग से उल्लसित होकर तुम्हें प्रणाम करने में नहीं आई. പക്ഷേ എൻ്റെ മനസ്സിലെ ആ ലജ്ജ കാരണം, പരിഭ്രമം കാരണം, ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും മേ തുമാരെ പാസ് ഭാഗ്കർ നഹിമായി, നിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നതേയില്ല. ലേക്കിൻ തും സമജ്ലോ, പക്ഷേ നീ മനസ്സിലാക്കൂ, ഇതിൻ്റെയൊക്കെ അർത്ഥം എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നല്ല. മേ തുംസെ ബഹുത് അധിക് प्यार करती हूँ, എനിക്ക് നിന്നോട് അത്രയധികം സ്നേഹമുണ്ട്. तो मैं तुम्हारे पास भागकर नहीं आई, इसका अर्थ यह नहीं है कि मैं तुमसे प्यार नहीं करती, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിന്നോട് വളരെയധികം സ്നേഹമുള്ളത് കൊണ്ടാണ് എനിക്ക് നിന്റെ മുന്നിലേക്ക് ഓടിയെത്താൻ കഴിയാത്തത്. അത്രത്തോളം ലജ്ജാവതിയായി ഞാൻ നിൽക്കുന്നു, അതുകൊണ്ടാണ് എനിക്ക് നിന്റെ മുന്നിലേക്ക് ഓടിയെത്താൻ കഴിയാത്തത് എന്നാണ് ആ വരികൾ പറയുന്നത്. അപ്പോൾ തൽക്കാലം നിർത്താം.